അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അറബി ഭാഷയെ സ്നേഹിക്കുന്ന, ഈ ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അറബി കോളേജുകളിൽ പഠിക്കുന്ന, അറബി ഭാഷ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും മനസ്സിൽ ഒരു അപകർഷതാബോധം നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഭാഷയുടെ മഹത്വം, ഈ ഭാഷയുടെ പ്രാധാന്യം, നമ്മൾ നേടുന്ന ഈ വിജ്ഞാനങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ഒരു ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുമ്പ് മക്കയുടെ അവസ്ഥ എന്തായിരുന്നു, അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അവരാരാണ് എന്നോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നോ, അവർ എങ്ങോട്ടാണ്, ഏത് ദിശയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നോ അറിയാത്ത ഒരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയും വിശുദ്ധ ഖുർആൻ കടന്നു വരികയും അവരാരാണ് എന്ന് അവരെ കൃത്യമായി ഖുർആൻ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ ദൗത്യം എന്താണ്, ഉത്തരവാദിത്തം എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് വരാനിരിക്കുന്ന ഇഹപര ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ സമൂഹം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ കൂടെ എല്ലാ സമയത്തും ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചവരും പ്രവർത്തിച്ചവരുമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം, സമൂഹമെന്ന് ആ സമൂഹത്തെ വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ആരാണ്? നമ്മൾ ഏത് ദിശയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന അറബി കോളേജുകളുടെ, നമ്മൾ പഠിക്കുന്ന ഭാഷയുടെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു അറബിക് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷ പഠിക്കുകയും വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ഭാഷ പഠിക്കുകയും അതിൽ അവഗാഹം നേടുകയും ചെയ്യുന്ന ആളുകൾ, അത് പ്രബോധനം ചെയ്യുന്ന ആളുകൾ, അവരാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഞാൻ അറബി ഭാഷ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന അവസരങ്ങളെ കുറിച്ചോ നേട്ടങ്ങളെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ ജോലി സാധ്യതകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്. മറിച്ച് അറബി ഭാഷയുടെ പഠിതാക്കൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാഷ പഠിക്കാൻ നമുക്ക് അവസരം അല്ലാഹു നൽകി എന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ്, എന്ന ബോധം വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവേണ്ടതുണ്ട്. കാരണം അറബി ഭാഷ പഠനത്തിലൂടെ നേടിയെടുക്കുന്നത്
കേവലം ഒരു ഭാഷയിലുള്ള അവഗാഹമല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. നമ്മൾ പഠിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ശരീഅത്തിനെയാണ്, ഫിഖ്ഹിനെയാണ്, അഖീദയെയാണ്. അതുപോലെ തന്നെ താരീഖും ഇസ്ലാമികമായ എല്ലാ വിജ്ഞാനങ്ങളും ഈ അറബിക് കോളേജ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടുന്നുണ്ട്. അങ്ങനെ മതത്തിൽ അവഗാഹം നേടാനും ദീനിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഒരു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെ അള്ളാഹു മതത്തിൽ അവഗാഹമുള്ളവനാക്കുമെന്നാണ്. അതേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അറബിക് കോളേജുകളിലും അറബിക് ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഭാഷയെ പഠിക്കുകയും ഈ ഭാഷയിൽ അവഗാഹം നേടുകയും ചെയ്യുന്ന എന്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹു നമുക്കൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമ്മൾ തയ്യാറാവേണ്ടത്. നമ്മുടെ ഇസ്സത്ത് മനസ്സിലാക്കാൻ, നമ്മുടെ ഇസ്സത്ത് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനുമുള്ള അവസരം അള്ളാഹു നൽകുകയും അള്ളാഹു കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. ആ ബോധ്യവും വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിന്റെ ആശയവും വിശദീകരണവും മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധമായ മേഖലകളിൽ ഈ സുന്ദരമായ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും അതിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവസരം ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത, അള്ളാഹു ഒരു നന്മയായി നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ ഇസ്സത്തിനെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വിശ്വാസികളിൽ തന്നെ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് മറ്റാരേക്കാളും ലോകത്ത് ഉത്തമനെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തും എല്ലാ മേഖലകളിലും ഈ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ, ഈ ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വിജയങ്ങൾ നേടാനുണ്ട് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മരിച്ചു, നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മുടെ മേൽ നമസ്കരിച്ച് എല്ലാവരും നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിട്ട് മൂടി തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഫയഅതീഹി മലക്കാനി, 2 മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ റൂഹിനെ പ്രവേശിപ്പിച്ച് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ ഒന്ന്, മാ ഇൽമുക, നിന്റെ അറിവെന്താണ്? ഈ ആയുസ്സിൽ, ഈ ജീവിതത്തിൽ നീ നേടിയ അറിവെന്താണ് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും. അവിടെ നമ്മൾ പറയേണ്ട മറുപടി, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖ്തുഹു, ഞാൻ അതിനെ എന്റെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ അവസരം ലഭിക്കുന്ന തരത്തിൽ ആ ഖുർആനിനെ പഠിക്കാനും ആ ഖുർആനിന്റെ ആശയാദർശങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെക്കാനും അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ
ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുകയും നമ്മുടെ ഇസ്സത്തിനെ, നമ്മുടെ പ്രതാപത്തെ, നമ്മുടെ വലിപ്പത്തെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട അറബിക് കോളേജിലെ എന്റെ വിദ്യാർത്ഥികളോട്, എന്റെ വിദ്യാർത്ഥിനികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേവലം ഒരു അറബി ഭാഷ പഠിക്കുകയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് അനുധാവനം ചെയ്യുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഹദീസുകൾ പഠിക്കുന്ന, പ്രവാചക ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ആഴത്തിൽ മനസ്സിലാക്കുന്ന നമ്മളെക്കാൾ ആരാണ് ഈ ലോകത്തുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആരാണ് നമ്മളെപ്പോലെ അറബി ഭാഷയെ പഠിക്കുന്ന, നമ്മളെപ്പോലെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, നമ്മളെപ്പോലെ ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പഠിക്കുന്ന ആരാണുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മനസ്സിലൊരു പ്രയാസമുണ്ടാകും. ഒരുപാട് ആളുകൾ ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ അവരുടെ കലാലയങ്ങളിൽ അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ ക്യാമ്പസുകളിൽ അടിച്ചു പൊളിക്കുകയാണ്. ഡാൻസും പാട്ടും മറ്റു എല്ലാവിധ കോപ്രായങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോ അതിനൊന്നും എനിക്ക് അവസരം ലഭിച്ചിട്ടില്ലല്ലോ, അതിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാം പഠിക്കുന്ന ഈ ഭാഷ വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. നാം നമ്മുടെ പ്രവാചകന്റെ ഭാഷയാണ് പഠിക്കുന്നത്. നാം പഠിക്കുന്ന ഭാഷ നമ്മുടെ ഇബാദത്തിന്റെ, നമ്മുടെ ആരാധനകളുടെ ഭാഷയാണ്. അത് നമ്മുടെ ദീനിന്റെ ഭാഷയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. നമ്മളാണ് ഈ സമൂഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതിനാണ് അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തത്. നിങ്ങളിൽ നിന്ന്, അതെ ഈ വിദ്യാർത്ഥികളിൽ നിന്നും, നിങ്ങളിൽ നിന്ന് ഒരു സമുദായം ഉണ്ടാകണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന കലാലയങ്ങളിലും മറ്റു സാഹചര്യങ്ങളിലും അരാജകങ്ങളും അധാർമികതകളും വ്യാപകമായി കൊണ്ടിരിക്കുമ്പോ അവിടെയെല്ലാം അവരെ ഒരു നന്മയിലേക്ക് ക്ഷണിക്കുന്ന സമൂഹമായി നിലനിൽക്കാൻ, വളർന്നു വരാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് സാധിക്കണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കാൻ, വയഅ്മുറൂന ബിൽ മഅറൂഫ്, ജീവിതത്തിൽ ഈ കലാലയങ്ങളിൽ നിന്ന് പഠിക്കുന്ന നന്മകൾ, ഖുർആനിന്റെ, ഹദീസിന്റെ, നമ്മുടെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, വയൻഹൗന അനിൽ മുൻകർ, ഈ സമൂഹം ഇന്നും അടിച്ചു നിൽക്കുന്ന തെറ്റുകളെ കണ്ടാൽ, തിന്മ കണ്ടാൽ അതിനെ എതിർക്കാനുള്ള ധൈര്യം, അതിനെ തടയാനുള്ള ധൈര്യം ആർജിച്ചെടുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് കഴിയണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ദൗത്യം ചെറുതല്ല. ഞാൻ അറബി ഭാഷ പഠിക്കുന്നത് ആരുടെയോ നിർബന്ധ പ്രകാരമാണ് എന്ന് ചിന്തിക്കേണ്ടതല്ല. നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. നമ്മൾ പഠിക്കുന്നത് പ്രവാചകന്റെ ഭാഷയാണ്. നമ്മൾ പഠിക്കുന്നത് തിരുസുന്നത്തിന്റെ ഭാഷയാണ്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി നമ്മുടെ ഇസ്സത്തും നമ്മുടെ പ്രതാപവും തിരിച്ചറിഞ്ഞ് അറബി ഭാഷയിൽ നന്നായി പഠിക്കുകയും അവഗാഹം നേടുകയും സമൂഹത്തിന്റെ മുന്നിൽ ധൈര്യത്തോടെ ഞാനൊരു അറബിക് വിദ്യാർത്ഥിയാണ്, ഞാനൊരു പ്രബോധകനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഈ അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഒരുപക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അറബിക് കോളേജുകളിൽ എത്തിപ്പെട്ടവരായിരിക്കും നമ്മൾ. അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നന്മയുടെ പാതയിൽ, ഈ നല്ല വഴിയിൽ സഞ്ചരിക്കാൻ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന തിരിച്ചറിവ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാതിരിക്കുക. അവർ മോശമായ വസ്ത്രം ധരിക്കുമ്പോ അതിനെ അനുകരിക്കേണ്ടവരല്ല നമ്മൾ. അവർ മോശമായി സംസാരിക്കുമ്പോ
അതിനെ പിന്തുടരേണ്ടവരല്ല നമ്മൾ. അവർ മോശമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ അതിനെ പിന്തുടരേണ്ടവരല്ല നമ്മൾ. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ പോലെയാകാതിരിക്കുക. നമ്മൾ ആരാണ്? വിശുദ്ധ ഖുർആനിന്റെ ഭാഷ പഠിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഭാഷ പഠിക്കുന്നവരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഡോക്ടറേക്കാൾ, എഞ്ചിനീയറേക്കാൾ, ലോകത്തുള്ള മറ്റേത് അറിവിനേക്കാളും ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്ന ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തത് എന്ന അഭിമാനബോധം ഉണ്ടാകണം. അതുകൊണ്ട് ആ ഭാഷയെ കൃത്യമായി പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സമൂഹത്തിന്റെ മുന്നിൽ പ്രബോധകരായി, നന്മയുടെ വിളക്കുകളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സമൂഹമായി നമ്മളെ മാറ്റുമാറാകട്ടെ. നമ്മുടെ എല്ലാ മോശമായ ചിന്തകളെയും മാറ്റിവെച്ച് നമ്മുടെ എല്ലാ ഈ ഭാഷയോടുള്ള നമ്മുടെ അതൃപ്തികളെ മാറ്റിവെച്ച് നമ്മൾ ഏറ്റവും നല്ല ഒരു ഇടത്തിലാണ് എത്തിപ്പെട്ടത് എന്ന ചിന്തയോടെ, നമ്മൾ എത്തിപ്പെട്ടത് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിലാണ് എന്ന ചിന്തയോടെ ഈ ഭാഷയെ പഠിക്കുകയും ഈ ഭാഷയെ അവഗാഹം നേടുകയും സമൂഹത്തിന്റെ മുന്നിൽ ഈ ഭാഷയെ പ്രചരിപ്പിക്കുകയും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ ചര്യകളുടെയും പ്രബോധകരായി മാറുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അറിവുള്ള, അറബി ഭാഷയെ നന്നായി പഠിക്കുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.